ഈ അടുത്തിടെയായിട്ട് പല സെലിബ്രിറ്റികളും ന്യൂറോ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവരുടെ 30s-ലും 40s-ലും ഒക്കെ അവർ ന്യൂറോ ഡൈവേർജൻ്റ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു എന്നൊക്കെ. ശരിക്കും എന്താണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന രീതിയിലുള്ള ഒരു വ്യത്യസ്തതയാണ്. ആശയവിനിമയത്തിലുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താ രീതിയിലുള്ളതാവാം, പഠന രീതികളിലാവാം. ഇതിലൊക്കെ ഉള്ള ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു രോഗവുമല്ല. ഇത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കില്ല. പക്ഷേ നമുക്ക് പല തെറാപ്പികളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനും, അതേപോലെ തന്നെ ഇതൊക്കെ ഈ സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഈ പറഞ്ഞ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതേപോലെ തന്നെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പിന്നെ പഠന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇവയൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഏതെങ്കിലും ചാലഞ്ചസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ സഹായം തേടുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്.